ഒരു നിർഭാഗ്യവാനായ മകനാണ് ഞാൻ. സ്വന്തം അപ്പനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് കേട്ട മകനാണ്. അങ്ങനെയുള്ള കേൾവിക്ക് നിങ്ങൾ ഇട കൊടുക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ യാത്ര ഒരു ശക്തി പ്രകടനമല്ല, ഒരു വെല്ലുവിളിയല്ല. നിങ്ങളത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ അനൗൺസ്മെൻറ്റ് പാടില്ല. എനിക്ക് ഒരു കാരണവശാലും ഒരു പബ്ലിസിറ്റി പാടില്ല. നിങ്ങൾ ഇങ്ങനെ കൂടെ നിൽക്കുന്ന വല്ലതും ആണെങ്കിൽ ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, വേണേൽ കൈ തന്നു പോകാം എന്ന് മാത്രം. അത് മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഈ അവസരത്തിൽ ഒരു തരത്തിലൊരു വെല്ലുവിളിയാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ മാറ്റണം. ഒരു കാരണവശാലും അങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ വെക്കാൻ പറ്റത്തില്ല. അത് വെച്ചവർ മാറ്റുക, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ആ നടപടി എടുത്തേ പറ്റത്തുള്ളൂ. അത് അവർക്കേ അറിയത്തുള്ളൂ, ചെയ്തവർക്ക് അറിയത്തുള്ളൂ. എന്നെ ആരും ഒന്നും പറഞ്ഞില്ല. എന്നെ ആരും ബന്ധപ്പെട്ടില്ല. അതിപ്പം ഞാൻ ഇവിടുന്ന് വരുന്നവർ അറിയാലോ, ഞാനിവിടെ വരുന്ന അറിയാലോ. ഇന്ന് ഞാൻ വൈകിട്ട് വന്ന് എനിക്ക് പോകേണ്ടത് അറിയാലോ. അതെന്റെ സഹപ്രവർത്തകർക്ക് എന്തായാലും അറിയാം. പുതുപ്പള്ളിയിൽ എത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച ചാണ്ടി മന്ത്രിയായി കാണണമെന്ന് പുതുപ്പള്ളിക്കാർക്കും ഒരുപാട് ആളുകൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതൊക്കെ പലരും നേരിട്ട് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടം ആണോ ഇപ്പോൾ വരുന്നത്? ഇത് എന്റെ മണ്ഡലത്തിൽ എന്നോട് സ്നേഹമുള്ളവർ വന്നിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് വരും. കാരണം ഇന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ദിവസമാണ്. അതിന് വരുന്നതിന് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അവർ വന്നാലും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ മണ്ഡലത്തിലെ എൻ്റെ സഹപ്രവർത്തകരാണ്, എൻ്റെ ജനങ്ങളാണ്. അവർക്ക് ഒരുമിച്ച് നിൽക്കാനും വരാനും ഒക്കെയുള്ള സാഹചര്യമുണ്ട്.